ഹലോ നമസ്കാരം. ഞങ്ങളിന്ന് ഫക്കത്താന എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്യാമ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പം ഇതിനകത്തൊക്കെ തുണിയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ, ഇത് സ്റ്റൗവ്, ഗ്യാസ്, കുറച്ച് ചിപ്സ്, ബ്രെഡ്, പുതപ്പ്, പിന്നെ ടെൻറ്റിൻ്റെ കാര്യങ്ങൾ, പമ്പ്, കുറച്ച് കോള, പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വറക്കാനൊക്കെ ആയിട്ട്. ചെരുപ്പും കാര്യങ്ങളും ഫുൾ പാക്കാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഡോർ ക്ലോസ് ചെയ്ത് ഇവിടുന്ന് പോവുകയാണ്. പോയി അടുത്ത സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് അവിടെ വെച്ച് കുറച്ച് ഫിഷിംഗ് ഒക്കെ നടത്തി, ഫിഷിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്യാമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ ചൂണ്ടയിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മീനെ വറുത്തിടണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ചൂണ്ടയിടാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ അതിനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ റിലാക്സ് ചെയ്ത് ചിപ്സൊക്കെ തിന്ന് ഓരോ ചൂണ്ടയൊക്കെ ഇട്ട് രണ്ടെണ്ണം ഞങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒന്നും കൊത്തിയിട്ടില്ല. ഇന്ന് ഞങ്ങൾ പാക്ക് ആൻഡ് സേവ് ചെയ്യുന്ന മിക്കവാറും മീൻ വാങ്ങി ചുടേണ്ട ഗതികേട് വരും. ചൂണ്ടയിടാൻ പോയാണ്. പഴയ സ്ഥലത്ത് ചൂണ്ടയിട്ടിട്ട് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ അറിയാൻ വേണ്ടെങ്കിൽ മീനടിച്ചില്ല. ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് എടുത്തടിയാട്ടാ. ഒന്ന് കഴിക്കത് 1 കിലോ ഉണ്ട് സാധനം. അത് അതിന്റെ ചെകളയിലൊന്ന് ചെറുതായിട്ട് ഉടക്കിയതേ ഉള്ളൂ. എല്ലാരും ആവേശഭരിതരായി എല്ലാരും വന്നിട്ടുണ്ട്. എല്ലാരും അതിഭയങ്കരമായ മീൻപിടുത്തമാണ്. കുട്ടി മീനെന്ത് ജീവനോടെ കുറെ മീനുകള്. രണ്ടെണ്ണം ഉണ്ടായിരുന്നോ? ഇതെല്ലാം മത്തി വലുപ്പത്തിലുള്ള മീനാണ്. ധൈര്യപൂർവം ലിയ മീനെ പിടിക്കുന്നു. വീടല്ല, അങ്ങോട്ട് പോകല്ലേ. അതാണ് ഫോട്ടോ ക്യാച്ച്. ഇത് അയല കിട്ടിയിരിക്കുകയാണ്. ന്യൂസിലാൻഡ് അയല. ദൈവമേ, ഇതെന്തോണിത്? ഇത് അയലയാണ് കിട്ടിയേക്കണേ. ഇതിപ്പോ മീനുകളെക്കാട്ടി ആൾക്കാരാണ് മീനെ പിടിക്കാതിരിക്കുന്നത്. ഇത് 2 മീന്. ചറവറ മീനാണ്, ചറവറ മീന്. തണ്ടുകൂട് പയ്യെ പയ്യെ. ഒരാളപ്പുറത്തല്ലേ തെറിക്കല്ല. തെറിക്ക തുറന്നോ? പകുതി കീറിയ ഗ്ലൗസുമായിട്ടാണ് എന്നിട്ട് ഞാൻ വളരെ തന്റെടുത്തോടുകൂടി അതന്നെ
ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ്. കണ്ണ് തുറന്ന് കാണുക, നിങ്ങൾ ഇത് കാണുക. പെട്ടക്കണ അയല 33. ഞങ്ങളുടെ ചില്ലി പിന്നെ നിറഞ്ഞിരിക്കുകയാണ്. ഇവയ്ക്ക് വേറെ എന്താ വീണ്ടും കിട്ടിയിരിക്കുന്നു. ഇവന് മാത്രം പ്രത്യേകത കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ആകാംക്ഷയാണ് ഇബിന് ഏത് മീനാ കിട്ടിയെന്ന്. ഞങ്ങൾക്കൊരു ഈല് കിട്ടിയിരിക്കുകയാണ്, മുഴുത്ത ഈല്. ഇത് കൊള്ളാം, 1 കിലോ സാധനമുണ്ട്. ഇതിന് നമുക്ക് അടിച്ച് കൊല്ലാണ് ചെയ്യാ അല്ലേ? പാമ്പിനെ പോലെ ഉണ്ട്, പാമ്പിനെ പോലെ. വീണ്ടും ഒരു അയല കിട്ടിയിരിക്കുകയാണ്, വലിയ അയല, 1 കിലോ ഉള്ള അയല. എന്റെ പൊന്നി ചേട്ടാ, ലൈസൻസ് ഇല്ല, അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൈയിട്ട് അതിന്റെ വയലെ കൈയിട് ഇല്ലെന്ന്. എന്നിട്ട് അതിങ്ങനെ പൊക്കി ഇങ്ങെടുക്ക്. അല്ല, ഞാൻ അതിനെ പൊക്കി പിടിക്കാൻ വേണ്ടി അതിലൊക്കെ ഇടാൻ വേണ്ടി പറഞ്ഞേ. എന്നിട്ട് അതിന്റെ ചെളിപ്പൂക്കളുടെ ഇടയ്ക്കൂടെ കൈയിട്. എന്താ ഇംഗ്ലീഷ് പേര് എനിക്ക് അറിയത്തില്ല, മറന്നുപോയി. വാക്ക് പോവാ. അയല 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 അയല. ചേച്ചേട്ടാ വല്ലതും നടക്കുവോ? ഓസ്റ്റിൻ 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 പിടിച്ചിരിക്കുകയാണ്. ഓസ്റ്റിനെ മീനെടുത്ത് കറക്കിട്ട് അങ്ങനെ പിടിക്കുന്നതിന് കുഴപ്പമില്ല. കഴുത്തെ കയറി പിടിക്കുക, കഴുത്തെ പിടിക്കുക, ചവിട്ടിയാ നിൽക്കല്ലോ. ഞാൻ പിടിച്ചുതരാം. മുമ്പത്തെ അത്ര ഉണ്ട്. ഇതിപ്പോ നമ്മളെ വിടിയല്ല ചേട്ടാ. അത് കഴുകോ? ഞങ്ങളുടെ ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ റെഡിയായി. 1 2 3 4 5 എല്ലാം. ഞങ്ങൾ ഒരുപാട് ലേറ്റായി ഇവിടെ വരാൻ വേണ്ടി. ഞങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി ലേറ്റായി. ഇവിടെ ഞങ്ങൾ പിടിച്ച മീനെല്ലാം വറുത്തടിക്കുന്നു. പിള്ളേരൊക്കെ ഇവിടെ ഇരുന്ന് തീറ്റയും കൂടിയും പരിപാടി. ചെറിയ കറിക്കുകയാണോ? കേട്ടോ സ്ഥലമുണ്ടോ? മീൻ വറുത്തത്, മള്ളറ്റ്. അത്ര തരികയല്ല. ഇതെന്താ കവായിയാ? ഞാൻ വലിയൊരു കവായി തിന്നാൻ പോയാണ്. അയല അയല തിന്നാൻ പോയാണ്. ആരുടെ അറിയിക്കാതെ തന്നെ, അതാകുമ്പം പരിപാടി നടക്കും. മല്ലറ്റ്, ചിക്കൻ, രണ്ടുപേരും കൊണ്ട് നൈസിൽ ഒരു സൈഡിൽ നിന്ന് താങ്ങും അല്ലേ? ഇനി കഞ്ഞി നോക്കിയേ, നിന്നടിക്കോ അല്ലേ? അഞ്ചു ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അവസരമാണ്. മീൻ ഇത്ര ഫ്രഷായിട്ട് വറുത്ത് കഴിക്കാതെ.
ഇതിൻ്റെ അകത്ത് ബെഡിനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാന്താരി ചിക്കനാണ് ഇത്. പുതിയ രീതിയിലുള്ള കാന്താരി ചിക്കൻ ഇവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കട്ടയും സെബിച്ചാറിനും കൂടെ. മീനോ? ആ, കാന്താരി മീൻ, കാന്താരി മീൻ ആൻഡ് കാന്താരി ചിക്കൻ. അടിപൊളി. ഞാനിന്ന് കഴിച്ചായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കട്ടേൻ്റെ ശരീരത്തിലുള്ള എല്ലാ സുഷിരങ്ങളിൽ കൂടി പുക വരുന്നുണ്ട്. അത്രയ്ക്ക് അതിമാരകമായ ചൂട് അല്ല, എന്താണ് പറയുക, സ്പൈസാണ് അതിന്, എരിവ്. അവനെ കണ്ടാലേ പറയും തന്തൂരി മാഷ്മെലോ അല്ലേ, മാഷ്മെല്ലോ. ഇവിടുത്തെ ഹോസ്റ്റും കണ്ടുപിടിച്ചേക്കുന്ന ഒരു പുതിയ കണ്ടുപിടുത്തമാണ് തന്തൂരി മാഷ്മെല്ലോ. ഒന്ന് അടിച്ചുണ്ടാക്കിയടാ. സ്റ്റീവനാണ് അതിന്റെ നിർമ്മാതാവ്. അവൻ തന്നെ തിന്നുന്നത്. അവൻ എല്ലാവർക്കും അത് ഊതിയാണ് കൊടുക്കുന്നത്. ഊതി എന്ന് പറയാൻ പറ്റിയല്ല, എല്ലാവർക്കും തുപ്പി കൊടുക്കാനുള്ള ഡൗട്ടുണ്ട്. ആർക്കും വേണ്ട, അതാർക്കും വേണ്ട, കാരണം അവൻ തുപ്പി കൊടുക്കുന്നുണ്ട്. അതെ, അതാണ് പ്രശ്നം. അവൻ തുപ്പിയതല്ല, പിന്നെ എങ്ങനെ തിന്നാനാ? ഞങ്ങൾ ഞങ്ങളുടെ തീറ്റയും കൂടിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഒന്നും കാണുന്നില്ല. ഈ കാണുന്നതാണ് ടെൻറ്റുകൾ. 1, 2, 3ാമത്തെ ടെൻറ്റ് വരെ കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ടെൻറ്റ് കാണിയാലേ, കാരണം ലൈറ്റ് ഇല്ല. കണ്ണും പകലുള്ളപ്പോൾ നമ്മുടെ ടെൻറ്റുകൾ നിരന്ന് കിടക്കുന്നു. ഇവിടെ ചേച്ചേട്ടൻ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. ചായ ഉള്ളൂ. നമ്മുടെ ഇന്നലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇത് ഇനി കഴുകി പറക്കി എടുക്കണം. എല്ലാവരും ഓണായി വരുന്നതേ ഉള്ളൂ. ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി പഞ്ചസാര ഇല്ലായിരുന്നു. അപ്പോൾ പഞ്ചസാര വാങ്ങാൻ വേണ്ടി സെഡിൻ്റെ പമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 2 കോഫി ഓർഡർ ചെയ്തു. ഷുഗർ, ഇവിടെ ഇരിക്കുന്ന പപ്സ് പോലത്തെ ഭക്ഷണ സാധനങ്ങളാണ് ഇതൊക്കെ. പല പല ഐറ്റംസ് ഉണ്ട്. കൂൾ ഡ്രിങ്ക്സ്, അത്യാവശ്യം വേണ്ട ബ്രെഡ്, അത് ഇത് സാധനങ്ങളൊക്കെ ഇല്ലക്കടെ ഇരിപ്പുണ്ട്. പഞ്ചസാര വാങ്ങി വന്നിരിക്കുമ്പോൾ ഇവിടെ കഞ്ഞിയാണ്. രാവിലെ കുറെ കഞ്ഞികൾ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. എന്നാടി മീൻ വറുത്തത്, ചമ്മന്തി, അച്ചാറ്, തൈര്, ഫ്രഷ് ആയിട്ട്. അതിന്റെ കൂടെ കടുമാങ്ങ അച്ചാറ്. മാങ്ങയല്ലത്, ക്യാരറ്റ്. ക്യാരറ്റ് മാങ്ങ തിരിച്ചറിയാൻ പറ്റാത്ത മാങ്ങാച്ചാറുണ്ട്, ക്യാരറ്റ് അച്ചാറുണ്ട്. വാ, ഇനി എന്റെ സ്വന്തം എടുത്ത് പറ. സ്വന്തം ചമ്മന്തി, ചമ്മന്തി. നിന്റെ അളവ് എന്തായിരുന്നു? ഉണ്ട പിടിച്ചതിന്റെ അളവ് എന്തായിരുന്നു? ചിക്കൻ വേണം, ചിക്കൻ. ചിക്കൻ വെച്ചോ? വെച്ചോ? ഇതിന്റെ ഗ്രാമീണത്വം നഷ്ടപ്പെടും. പിന്നെ മീൻ വെച്ചിട്ടല്ലേ? മീൻ വെച്ച സ്ഥിതിക്ക് തൈര് മതി. എന്നാ കുറച്ച് തൈര്. തൈര് ഫുൾ സെറ്റ്. ചമ്മന്തി. അവസാനം കുളമാകുമോ? ചമ്മന്തി ന്യൂട്രലായിട്ട് ഫുൾ സെറ്റ്. ഇതാണ് നമ്മുടെ കഞ്ഞി. ഒരു കഞ്ഞി പിടിച്ചിരിക്കുന്നത്. അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ ടോയ്ലറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാവിധ ആക്ടിവിറ്റീസും ഉണ്ട്. പിള്ളേരൊക്കെ ഇവിടെ തന്നെ കളിക്കുന്നുണ്ട്. ഇതാണ് ടോയ്ലറ്റ്. നമുക്ക് ഇവിടുത്തെ ടോയ്ലറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല പൊളി വൈബ് ടോയ്ലറ്റാണ്. സെറ്റാണ്. അങ്ങനെ നമ്മുടെ ക്യാമ്പിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാലി ചെയ്ത്
എല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് വണ്ടിക്കകത്തേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ഫുഡ് സാധനങ്ങൾ എല്ലാം റെഡി. ഇതേ ഈ വണ്ടിയിലെ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ഇബി ഇതിൻ്റെ അകത്ത് നിറയ്ക്കുന്നുണ്ട്. ഇബിൻ്റെ വണ്ടിക്കകത്ത് മൊത്തം സ്ഥലമാണ്. ഇത് നമ്മുടെ ചൂണ്ടക്കാരൻ ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും റെഡിയാണ്. ഇവിടെ ബ്രെഡ് ഇരിപ്പുണ്ടേ, പിള്ളേരെല്ലാം റെഡി ടു ഗോ. ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. ഇവിടെയൊക്കെ ആൾക്കാർ ക്യാമ്പർ വാനിലൊക്കെ വന്ന് ടെൻഡറിൽ അടിച്ച് ഫുൾ സെറ്റാവുന്നുണ്ട്. ഞങ്ങൾ ഒഫ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഒഫ ബീച്ച്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീടുകളും കാര്യങ്ങളും മലകളൊക്കെയാണ്. വെള്ളത്തിറക്കാൻ പോണോ? ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ കുളിക്കാൻ കിടപ്പുണ്ട്. അതൊക്കെ തന്നെ. ഇതാണ് ബീച്ച്, അതിമനോഹരമായ ബീച്ച്. ഇവിടെ വെയിൽ കൊള്ളാൻ വേണ്ടി ആൾക്കാർ വന്ന് കിടപ്പുണ്ട്. ഇത് നമ്മൾ കാണുന്നത് പസഫിക് സമുദ്രമാണ്. അങ്ങ് അവിടെ കാണുന്നതാണ് വൈറ്റ് ഐലൻഡ്. കാണുന്നതാണ് വൈറ്റ് ഐലൻഡ്. ആ വൈറ്റ് ഐലൻഡിൽ ഒരു വോൾക്കാനിക് ആക്ടിവിറ്റി ഉണ്ട്. രണ്ട് യുവമിഥുനങ്ങൾ നൈസിൽ കയ്യും പിടിച്ച് എങ്ങോട്ടോ പോവുകയാണ്. എന്ത് പരിപാടിയൊന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര റൊമാൻറ്റിക്കായി സംസാരിച്ച് വേണ്ട ആൾക്കാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുത്തി ഡാൻസും കളിച്ച് എൻജോയ് ചെയ്യാണ് കടൽ തിരമാലകൾ. ഈ ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് കാറുകളും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ചെറുതായിട്ട് വെയിൽ വന്നു. ഇത്ര നേരം നല്ല ക്ലൗഡി ആയിരുന്നു. ഇവിടുത്തെ ആൾക്കാർക്ക് വെയിലാണല്ലോ വേണ്ടേ. ഒരു അടിപൊളി വ്യൂ. വാ, ഇത് കാണുക, കണ്ട് ഞെട്ടുക. നോക്കി എന്തൊരു മനോഹരമാണ്. ഒഫ ബീച്ച് ഇവിടെ കാണാം. രക്ഷയില്ല. ഈ കടലിൽ പലതരത്തിലുള്ള കളറുകൾ കാണുന്നു. ഞങ്ങളങ്ങനെ ഒരു സീനിക് ലുക്കൗട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ കടൽ, വിശാലമായ കടൽ. അതിൻ്റെ അപ്പുറം കാണുന്നതാണ് അന്റാർട്ടിക്ക. ഞങ്ങളിവിടെ ഒരു ക്യാമ്പിംഗ് സൈറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ ഒരു റീൽസൊക്കെ എടുത്ത് സെറ്റാക്കി. ഇവിടെ ഒരു പുഴയാണ്, കടൽ കയറി കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആൾക്കാർ വണ്ടികളൊക്കെ ഇറക്കി, ബോട്ടുകളൊക്കെ ഇറക്കി ഫുള്ള് സെറ്റാണ്. ഇവിടെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇനി അടുത്ത വണ്ടിയിലേക്ക് കയറി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വെച്ച് പിടിക്കും. ഞങ്ങൾ അവിടുന്ന് നേരെ ഇവിടെ ഒരു വലിയൊരു ബീച്ച് വന്നിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഈ ടൗൺ സെൻറ്ററിൻ്റെ അകത്തുനിന്ന് ഉള്ളൊരു ബീച്ചാണ്. ഇതാ ഫിഷിങ് ചെയ്തിട്ട് ബോട്ട് വരുന്ന വഴി. ഈ ബോട്ട് ഇങ്ങനെ അവിടുന്ന് പോയി അവിടെ പോയി കിടക്കും. കടൽ പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ. അന്ന് ഇവിടെ മൊത്തം വെള്ളമായിരുന്നു അല്ല? ഈ സൈഡ് മൊത്തം ഇവിടം വരെ വെള്ളം കയറി കിടക്കുന്നുണ്ടോ? നമുക്ക് വയ്യ അവിടെ പോയി നോക്കിയല്ലോ.
നല്ല മീനൊക്കെ ഉണ്ടോ? ഈ ബീച്ച്, അതിൻ്റെ മേൽവശത്തേക്കൊരു മല, അതിൻ്റെ താഴെ പാർക്കിങ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇവിടെ ഒരു ഐലൻഡ് കാണാം. ഇവിടെ ഒരു ചെറിയതായിട്ടൊന്ന് കടൽ കയറി കിടക്കുന്ന സ്ഥലമുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നുണ്ട്. അവിടുന്ന് ഫിഷിങ് കഴിഞ്ഞിട്ട് ഒരു ബോട്ട് വരുന്നുണ്ട്. ഈ വരുന്ന ബോട്ടുകളൊക്കെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി പോയി മീൻ പിടിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. കുറച്ച് മീനെ പിടിക്കുന്നു, തിരിച്ചൊരു സമയമൊക്കെ കഴിയുമ്പോൾ കരയ്ക്ക് വരുന്നു. ഒരു മല, അതിൻ്റെ താഴ്വാരത്ത് കടൽ. അപ്പോൾ ഈ ബോട്ട് വരുന്നത് നോക്കിയിട്ടാണ്, ബോട്ട് പോയ വാടയാണ് ഇവർ എറിയുന്നത്. ബോട്ടിൻ്റെ പുറകെ വല്ലതും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയായിരിക്കും. ബോട്ട് പോകുന്നു, വലിച്ചെറിയുന്നു. ബോട്ടിൻ്റെ അപ്പുറം പോയി വീണു. പക്ഷെ എന്നൊക്കെ അടവെടുത്തിട്ട് ഇവർക്ക് ഒരൊറ്റ മീനെ കിട്ടിയിട്ടില്ല ഇതുവരെ. അതൊരു പരമസത്യം. അങ്ങനെ 2 ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ടോപ്പോയിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത പരിപാടിയുമായി വീണ്ടും സന്ധിക്കും വരേക്കും വിട തരുന്നത് ഉങ്ങൾ സ്വന്തം ജസ്റ്റിൻ ഫോട്ടോഗ്രാഫി.